ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഒരാളെ പരിചയപ്പെടുത്താനാണ് കേട്ടോ ഈ വീഡിയോ. ഞാൻ കണ്ട സമയത്തൊക്കെ നിറഞ്ഞ പുഞ്ചിരി മാത്രം സമ്മാനിച്ചുകൊണ്ടാണ് കേട്ടോ ഈ മാഷിൻ്റെ മുഖം ഞാൻ ശ്രദ്ധിച്ചത്. അപ്പോൾ ഇതാണ് ഹാരിസ് മാഷ്. അപ്പോൾ ഇവർ നമ്മളെ വീട്ടിൽ വന്നത് എന്തിനാന്ന് പറഞ്ഞാൽ നമുക്കൊരു കിണറിന് സ്ഥാനം നോക്കാനാണ് കേട്ടോ. അപ്പോൾ തേങ്ങ കൊണ്ട് സ്ഥാനം നോക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വിളിച്ച് വീട്ടിൽ വന്ന് സ്ഥാനം നോക്കി. പക്ഷെ വന്നപ്പോൾ രാത്രി അതിന് വീഡിയോ എടുത്തപ്പോൾ ഒരു ക്ലിയർ ഒന്നും ഉണ്ടായില്ല. അപ്പോൾ വീണ്ടും ഇവർ പകൽ അന്നൊരു കുറ്റിയൊക്കെ അടിച്ച് പോയി. പിന്നെ ഒന്നും കൂടി വന്നുങ്ങാണ്ട് ക്ലിയർ ആയിട്ട് വീഡിയോ എടുത്തതാണ് കേട്ടോ. ഇവിടെയൊക്കെ ചെറുതായിട്ട് തിരിയുന്നുണ്ടല്ലോ. ഈ ലെവലിലാണ് വെള്ളം പാസിങ്. അതുകൊണ്ട് ഇത് തിരിയണേ. അതാണ് ഇതിന് റൊട്ടേഷൻ. തേങ്ങ കൊടുന്ന ഇത് ഏകദേശം ഒരു 1,400 അടിന്റെ ഉള്ളിലേ വെള്ളം കിട്ടും. ഒരു 98% ഓക്കെയാണ് ഈ കാര്യം. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ അടിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ആ പൈസ തിരിച്ചു തരുമോ? നിങ്ങൾക്ക് ഉച്ചടിക്കുന്ന പൈസ തിരിച്ചു തരും. എന്നിങ്ങനെ സ്ഥാനം നോക്കി പൈസ തിരിച്ചു തരും അല്ലെ? അങ്ങനെ പറയാൻ പറ്റുള്ളൂ. സ്ഥാനം നോക്കിയിട്ട് തരുന്ന പൈസ ഉറപ്പാണ്. നിങ്ങളെ തേങ്ങ ചാടിച്ചാ അത് കയ്യിൽ ഇങ്ങനെ പിടിച്ചാൽ തന്നെ ചാടുന്നുണ്ടോട്ടെ? ഇങ്ങനെ പിടിച്ച് പടുത്ത് ഇങ്ങനെ എത്തുമ്പോഴേ ഇതിങ്ങനെ ഒരു വെള്ളം പാസ് ചെയ്ത് ഞാനൊന്ന് പിടിച്ചു നോക്കട്ടെ. ഞാൻ പിടിച്ചിട്ട് തിളകണില്ല. അപ്പൊ നിങ്ങളെ കയ്യിന് എന്താ കുഴപ്പം? എന്റെ കയ്യിന് എന്താ ഒരു കേടുണ്ട്. ഞാനിതേ നോക്കല് തുടങ്ങിയിട്ട് 27 കൊല്ലായി. 27 കൊല്ലേ? അപ്പൊ എന്താ നിങ്ങളെ കയ്യിൽ നിന്ന് മാത്രം ഈ തേങ്ങ വെള്ളം പാസ് ചെയ്ത് പോണേ നമുക്ക് ബോഡി ഫീൽ ചെയ്യും. ശരിയും കയ്യിൽ നിന്ന് ഇങ്ങനെ തെള്ളു. അത് ആൾക്കാർക്ക് വിശ്വാസമാവില്ല കേട്ടോ. തന്നെ ചെയ്യാണ് അറിയില്ലേ ആൾക്കാർക്കേ. വെള്ളം കിട്ടാത്തവര് ഒരു 4-5 കുത്തിയിട്ട് കിട്ടാതാവുമ്പോഴേ വിശ്വാസമാവുള്ളൂ. സാധാരണ രീതിയിലുള്ള ആളുകളൊക്കെ ഇതിപ്പോ മൈനസ് ബ്ലോഗിലൊക്കെ ഇതിന്റെ അതുണ്ട്. അതിലൊക്കെ മറ്റേ കിട്ടാത്ത കംപ്ലൈന്റ് കുറെ ഉണ്ടാവും. അതായത് കിട്ടാത്ത മീൻസ് ഇത് തട്ടിപ്പാണ് എന്നൊക്കെ പറഞ്ഞ കംപ്ലൈന്റ് ഉണ്ടാവും. എന്നാൽ കിട്ടിയ ആളുകൾ അതിന്റെ അടിയിൽ കടന്ന് കംപ്ലൈന്റ് ഇട്ടുണ്ടാവും. 3 സെന്റില് 2 അടിച്ചിട്ട് കിട്ടാതെ 3ാമത്തെ കിട്ടി അറിയുന്ന ആള്, 4 സെന്റില് 3 അടിച്ച് കിട്ടി 3ാമത്തെ കിട്ടി അറിയുന്ന ആൾക്കാര്, പിന്നെ 4ാമത്തെ കിട്ടി അറിയണേ. അതുപോലെ തന്നെ 4 കിണറുത്തിയിട്ട് 5ാമത്തെ കിണർ 15 സെന്റില് കിട്ടിയത്, അങ്ങനത്തെ ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും. ഈ സാധനം എന്താണ്? ഈ പൂൾ ഫൈൻഡർ പ്ലസ് എന്ന് പറയും. ഇതിലേക്ക് ഇങ്ങനെ റൊട്ടേഷൻ ചെയ്യുന്നുള്ളൂ. ഇതൊന്നും 100% ഇതൊന്നും സക്സസ് അല്ല കേട്ടോ. ഇതാണെങ്കിലും ഒന്നും 100% സക്സസ് അല്ല. ഒരു 95-98% സക്സസ് ആവും. സാധാരണ രീതിയിൽ ഇതൊരു 400 അടിയുടെ ഉള്ളിലൊക്കെ വെള്ളം കിട്ടണ്ടാവും. അങ്ങനെയാണ് രീതി. നമുക്ക് നോക്കാം. കിട്ടിയിട്ട് പറയും. അവിടെ ഒന്നും തിരിയണില്ലല്ലേ? അവിടെ എത്തുമ്പോ തിരിയണുണ്ട്. അല്ല, ഈ സാധനങ്ങൾ എവിടുന്ന് കിട്ടിയതാണ്? ഈ തിരിയുന്ന സാധനം അത് ഞാൻ പിടിച്ചാൽ തിരിയില്ലേ? തിരിയോ? എല്ലായിടത്തും തിരിയോ? വെള്ളം എല്ലായിടത്തും മാത്രല്ല. എന്താ നമ്മളെ ഇതിലെ വെള്ളം പാസ് ചെയ്ത് പോകുന്നുണ്ട്. ഒരുപാടുണ്ട്, കണ്ടമാനം. നോക്കി ഞങ്ങള് 2 കുറ്റി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ 2 കുറ്റി എന്തിനാ അറിയങ്ങള്? ഈ കുറ്റിയിൽ വേണമെങ്കിൽ അടിക്കാം, അല്ലെങ്കിൽ ഈ കുറ്റിയിൽ അടിക്കാം, അല്ലെങ്കിൽ ഇതിന് 2നും കൂടി അടിയിൽ അടിക്കാം. അതൊരു ഇത്ര വീതിയിൽ വെള്ളം ഇങ്ങനെ അടിയിൽ കൂടെ പാസ് ചെയ്ത് പോണാണ്. പാറിന്റെ അടിയിൽ കൂടെ. അപ്പൊ അങ്ങനെയാണ് അതിന്റെ രീതി. ഏതായാലും വന്ന് നോക്കുമ്പോ നല്ല മഴയാണ്. ടാപ്പിലേക്ക് വെള്ളം ഇതിലെ വരുന്നുണ്ടോക്കുക, ഇതിലെ കാണുന്നില്ല. ഇനി നമുക്ക് ഇപ്പൊ ടാപ്പിൽ വെള്ളം പാസ് ചെയ്യണില്ലല്ലോ. ഈ ഭാഗം ഒന്ന് നോക്കുക, യാതൊരൊന്നും കാണുന്നില്ല. നിങ്ങൾ ടാപ്പൊന്ന് തുറന്നിട്ടാണ്. ടാപ്പൊന്ന് തുറന്നത് എന്നിട്ടല്ലേ പൈപ്പുണ്ട് ഇവിടെ. അപ്പൊ ഈ ഭാഗത്തു നിന്നല്ല ടാപ്പുകളുടെ പൈപ്പ് വരുന്നത്. ഇനി നമുക്ക് ഇതിന്റെ അടിയിൽ കൂടെ എണീക്കാതെ ടാപ്പുകളുടെ പൈപ്പ് വരുന്നത് കൂടെ ഇതിലാണ് വരുന്നത് അല്ലേ? ഇതാണ് ഇത് നമ്മള് കണ്ടില്ല. അപ്പൊ എത്ര കുറച്ച് വെള്ളം കാണിക്കും. അതെ. ഇപ്പൊ വെള്ളം ഒരു 1/2 ഇഞ്ചിൽ വെള്ളം പോരുകയാണല്ലോ. കണ്ടോ? ഇതിലാണ് പോയിരുന്നത്. ഇപ്പൊ ടാപ്പിന്റെ മേലെ പിടിച്ചു നോക്കുക. നമ്മൾ പിടിച്ചിട്ടില്ലെങ്കിൽ എന്താ വെച്ചത് വീടും കേട്ടോ. അതുകൊണ്ടാ പിടിക്കണത്. അപ്പൊ നിങ്ങൾ എഴുതുന്നത് ഇയാളിത് കൈകൊണ്ട് കാട്ടുകയാണ്. കണ്ടപ്പോൾ അങ്ങനെ കേട്ടു. നിങ്ങൾ ടാപ്പ് ഒന്ന് പൂട്ടിയാക്കാണ്. ടാപ്പ് പൂട്ടി. അതല്ല അപ്പൊ കണ്ടില്ല നിങ്ങള്? ടാപ്പ് പൂട്ടി കഴിഞ്ഞാൽ ഇതാ ഇവിടെ യാതൊരു അനക്കും ഉണ്ടാവില്ല. കാരണം വെള്ളം പാസിങ് ഇല്ല. ഇവിടെ ഇങ്ങനെ വെള്ളം പാസ് ചെയ്യണില്ലല്ലോ. വെള്ളം ഇത് കണ്ട് പാസിങ് അടിയിൽ കൂടെ പോകുമ്പോ അത് കയ്യിൽ നിന്ന് പോകും. അപ്പൊ പൈപ്പ് തുറന്നാലേ അറിയുള്ളൂ. പൈപ്പ് തുറന്നാലേ അറിയുള്ളൂ. ഒന്നും കൂടി കാണിച്ചു തരാം. നമ്മള്
ഈ പൈപ്പ് അപ്പളേ ഈ തേങ്ങ അളകണുള്ളൂ. ഈ തേങ്ങക്ക് അപ്പളേ ഇളക്കാൻ വരുള്ളൂ. അപ്പളേ പൈപ്പ് കൂടി വെള്ളം പൈപ്പ് കൂടെ വെള്ളം പോരുമ്പോ അടി കൂടെ വെള്ളം പാസ് ചെയ്യുമ്പോ കയ്യിൽ നിൽക്കൂല. ഇതിൽ എത്ര കൂടുതലുണ്ട് കുറവുണ്ട് എങ്ങനെ അറിയാം? ഇതിപ്പോ ഇത് പറഞ്ഞ ഒരു 1/5 ഇഞ്ചിന്റെ അങ്ങനത്തെ ചാട്ടം നല്ല സ്പീഡിൽ ചാടുന്ന വ്യത്യാസമായിട്ട് നമുക്ക് മനസ്സിലാവും. അതെങ്ങനെ സ്പീഡ് പോകണം. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ 2 ഇഞ്ചിന്റെ വെള്ളം ഉണ്ടാവും. ഇവിടെ നോക്കും, ഇത് കുറച്ചുകൂടി സ്പീഡ് കൂടുതലാണ്. തേങ്ങ അളകാതെ നിർത്താനേ. ഇത് പിടിച്ചിട്ടില്ലെങ്കിൽ ഇത് വീഴും. നോയിക്കോളിഞ്ഞ് ഞാൻ പിടിക്കണില്ല. അതാ വീണല്ലേ. അപ്പൊ വീഴാതൊക്കെ കയ്യിൽ നിന്ന് പോവാതൊക്കെ വേണ്ടിട്ടാ പിടിക്കണതേ. അത് പിടിക്കുകയാണല്ലോ, അത് നമ്മൾ കൈ കൊണ്ട് കാട്ടില്ല. ഞാൻ ആ വീഡിയോ കണ്ടപ്പോഴേ ശരിക്കും മൊയ്നൂസ് വ്ലോഗ് കണ്ടപ്പോ ഞാൻ ഇത് കാട്ടുകയെന്ന് വിചാരിച്ചു. നമ്മളോട് വന്നപ്പോഴല്ലേ ഇപ്പൊ അറിഞ്ഞു. മാഷിനോട് അടുത്ത് പരിചയപ്പെട്ടപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് കേട്ടോ. മാഷിന് ഈ ഒരു കഴിവ് മാത്രമൊന്നുമല്ല, റിട്ടയർഡ് ആയതിന് ശേഷമാണ് മാഷ് പഠിച്ച് അഡ്വക്കേറ്റ് ആയത് കേട്ടോ. അതും കൂടി കേട്ടപ്പോൾ മാഷിനോട് ഒന്നുകൂടി ബഹുമാനം തോന്നിട്ടോ. നിങ്ങളിപ്പോ എത്രാമത്തെയാണ്? ഞാന് 4-5 വന്ന് നോക്കണു. രാവിലെ ഇറങ്ങിയല്ലേ? രാവിലെ 5 അപ്പൊ നല്ല പൈസ ഉണ്ടാക്കണ്ടല്ലോ. പൈസ മാത്രല്ല, ഇതൊക്കെ തെറ്റും. ഒക്കെ കിട്ടാത്തേ, വെള്ളം കിട്ടാത്ത ആൾക്കാർക്ക്. അപ്പൊ ഒന്ന് പോയത് ഒരു കിണറുത്തി 12 വലിയ പാറ, അതിൽ വെള്ളം കിട്ടൂല. പൊട്ടിക്കാൻ പറ്റുമോക്കാൻ വേണ്ടി കൊണ്ടുപോയിരുന്നു. എന്തായാലും കിട്ടൂല. എന്തായാലും കിട്ടൂല. അപ്പൊ വേറെ സ്ഥലത്ത് കിണറിനും വെക്കണ്ടും കാണിച്ചു കൊടുത്തു. ഒരു 30 സെന്റ് സ്ഥലമാണ്. കിട്ടും. ഓ അതല്ല, റിട്ടയർഡ് ആയിട്ട് വീണ്ടും പഠിക്കണം. റിട്ടയർഡ് ആയിട്ട് 3 വർഷം LLB പഠിച്ച് അഡ്വക്കേറ്റ് ആയി. റിട്ടയർഡ് അതിന്റെ ശേഷമാണോ നിങ്ങൾ പഠിച്ചത്? എന്നിട്ട് പിന്നെ LLB എടുത്ത് അഡ്വക്കേറ്റ്. അപ്പൊ അഡ്വക്കേറ്റിന് എത്ര വർഷം ഒന്നുമില്ല? അല്ല അതിന് പ്രായപരിധിയില്ല, ഏത് കാലത്തും പഠിക്കാം. എറണാകുളം ഹൈക്കോടതിയിൽ എൻറോൾ ചെയ്ത് അവിടെ കേസുകളൊക്കെ ഉണ്ട്. 2-3 കേസ് ഉണ്ട്, സർവീസ് മാറ്ററുകള്. പിന്നെ ഇപ്പൊ എന്ത് ചെയ്തു, അഡ്മിനിസ്ട്രേറ്റീവ് ലോ അതിന്റെ PG ഉണ്ട്, LLM എന്നറിയും. അതെടുക്കാൻ വേണ്ടിയിട്ട് ഷൊർണൂർ അല്ലമ്മയിൽ ലോ കോളേജ് ചേർന്നത്. ഇപ്പൊ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഒരു ഫസ്റ്റ് സെമസ്റ്റർ വിദ്യാർത്ഥിയാണ്. അപ്പൊ നിങ്ങളെ ഏജിലും നമുക്ക് എന്താ പറയാ, ഏത് ടൈമിലും പഠിക്കാം. ഏജ് എന്ന് പറയുന്ന ഒരു നമ്പറാണ്. ഏത് കാലത്തും പഠിക്കാം, ഏത് കാലത്തും പഠിക്കാം, ഏത് കാലത്തും ജോലി എടുക്കാം. പിന്നെന്താ അല്ലേ? അതൊരു തന്നെ ഒരു പ്ലസ് പോയിന്റ് തന്നെയാണ്. ഞാൻ അതുകൊണ്ടേ നിങ്ങളെ ലൈഫ് രസമായിട്ട് അങ്ങനെ പോവുക. മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? മക്കള് 4 മക്കളാണുള്ളത്. 3 പെണ്ണും ഒരാണും. 3 പെൺകുട്ടികളിൽ 2 പെൺകുട്ടികൾ മൂത്തവര് ടീച്ചർമാരാണ്. ഒരാളെ ഭർത്താവ് മാഷാണ്, ഒരാളുടെ കലക്ടറേറ്റ് സ്പെഷ്യൽ വില്ലേജ് ഓഫീസറാണ്. മോൻ ഡോക്ടറാണ്. ഇൻഷാല്ലാ മരുമോള് വരുന്നതും ഡോക്ടറാണ്. എന്തിന്റെ ഡോക്ടറാണ്? ഇപ്പം ജനറൽ മെഡിസിൻ MBBS ആണ് കഴിഞ്ഞിട്ടുള്ളത്. മോന് MBBS കഴിഞ്ഞത്. ഇനി പിന്നെ ചെറിയ മോള് TTC ടീച്ചർ ട്രെയിനിങ് കോഴ്സ് കഴിഞ്ഞാണ്. കല്യാണം കഴിഞ്ഞോ? കല്യാണം കഴിഞ്ഞിട്ടില്ല. വൈഫ് HM ആയിട്ട് ഇപ്പൊ റിട്ടയർ ചെയ്താണ്. അപ്പൊ ടെൻഷന്റെ ആവശ്യമില്ല. മാഷ് ഈ തേങ്ങയും കൊണ്ട് ഇങ്ങനെ നടക്കുമ്പോൾ വെള്ളം അടിയിൽ കൂടി പാസ് ചെയ്യണുണ്ടെങ്കിൽ മാഷിന്റെ കയ്യിൽ നിന്ന് ഈ തേങ്ങ ചാടും. അവിടെയാണ് മാഷ് കുറ്റിയടിക്കുന്നത് കേട്ടോ. അതേപോലെ തന്നെ മാഷിന്റെ കയ്യിലില്ലേ ഈ ഒരു യന്ത്രം ഉണ്ടല്ലോ, അത് എന്തൊക്കെയോ ഓണാക്കിങ്ങാണ്ട് ആ ഒരു ഏരിയയിലെത്തുമ്പോൾ ഇത് കൂടുതൽ വെള്ളമുള്ള ഭാഗത്ത് നല്ലോണം കറങ്ങുന്നുണ്ട്, അല്ലാത്ത ഭാഗത്ത് ചെറിയ സ്പീഡും കറങ്ങുന്നുണ്ട്, തീരെ വെള്ളമില്ലാത്ത സ്ഥലത്ത് തീരെ കറങ്ങാതെ ഉണ്ട് കേട്ടോ. അതാണ് ഇതിന് മനസ്സിലായത്. ഇനി ബാക്കി എന്തൊക്കെയാണെന്നുള്ളത് ഇതിന്റെ കഥകൾ ഒന്നും കൂടുതലൊന്നും നമുക്ക് അറിയില്ല. എന്തായാലും മാഷിന്റെ രക്തത്തിന് എന്തോ ഒരു കഴിവുണ്ട് എന്നുള്ളത് മനസ്സിലായി. സ്റ്റുഡന്റ് ആണല്ലേ? പഠിപ്പിച്ചതാ? മാഷ് എങ്ങനെ പഠിപ്പിക്കാനൊക്കെ? തന്നെ ഏതേനു വിഷയം സാർ? ഏതെടുത്തിനെ? അന്ന് മലയാളം സെക്കൻഡ് ഇയർ ഞങ്ങള് പഠിക്കുന്ന സമയത്തൊക്കെ തന്നെ പീരീഡ് കൂടെ അറ്റൻഡ് ചെയ്തിരുന്നു. ഹൈസ്കൂളില്? അല്ല, UP ഉണ്ടുപറമ്പ് UP സ്കൂളില്. ഉണ്ടുപറമ്പല്ലേ? പിന്നെ സ്ഥാനം നോക്കാൻ പോലെ തുടങ്ങിയിട്ട് ഒരു 2 വർഷത്തോളായി. പഠിഞ്ഞോ? പഠിയില്ലേ? അല്ലത് വേറെ ആൾക്ക് ചെയ്യാൻ കഴിയൂല, പ്രയാസാണ്. തന്നെ നിങ്ങളെ കഴിവ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ? നിങ്ങൾക്ക് മക്കൾക്കൊന്നുമില്ല. ഇല്ല, നിങ്ങൾക്കായിട്ടൊരു കഴിവ് കിട്ടിയതാണ്. സക്കാഫിന്റെ ഒപ്പം വന്ന സക്കാപണി. അപ്പൊ മാഷ് ഒരുവിധം ദൂരത്തു കൂടി ഒക്കെ പോയി ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ആർക്കെങ്കിലും സ്ഥാനം നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പൊ വിളിച്ചോളിയും ബുക്ക് ചെയ്തോളി കേട്ടോ. പിന്നെ വയനാട്, മൈസൂര്, തമിഴ്നാടിലൊക്കെ മാഷ് പോയിട്ട്, കർണാടക അങ്ങനെ സ്ഥലത്തു കൂടി ഒക്കെ പോയി കിട്ടാത്ത ഏരിയ കൂടി വെള്ളം കിട്ടിയതും മാഷ് പറയുന്നുണ്ട് കേട്ടോ.
അപ്പോൾ മാഷിൻ്റെ ഈ നിറഞ്ഞ പുഞ്ചിരിയും മാഷിൻ്റെ കഴിവുകളും പടച്ചം എന്നും ആയുസ്സിനും ആരോഗ്യത്തോടെ നിലനിർത്തി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അപ്പോൾ നിങ്ങൾക്ക് വേറൊരു വിശേഷം അറിയണ്ടേ, മാഷ് കുറ്റിയടിച്ചു കൊടുത്ത് വെള്ളം കണ്ടോ ഇല്ലയെന്ന് അറിയണ്ടേ. അപ്പോൾ ആ വീഡിയോ ഉണ്ട് വരുന്നു, അപ്പോൾ അതൊന്ന് കണ്ടോളിട്ടോ. മാഷാ അല്ലാ അൽഹംദുലില്ലാ, മാഷ് ഒരു 400 അടിൻ്റെ ഉള്ളിൽ വെള്ളം കിട്ടുന്ന പറഞ്ഞത്. ഒരു 120 അടിയിൽ നമുക്ക് വെള്ളം കണ്ടിട്ടുണ്ട്. അപ്പോൾ മാഷിനെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്ക്വയൽ കിണറിനായിക്കോട്ടെ മാഷ് ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയും. ഒരു 95% മാഷ് ഉറപ്പ് പറയുന്നുണ്ട് കേട്ടോ അതിൽ. അപ്പോൾ മാഷ് വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്, മാഷ് 95% മാഷ് പറയുന്നത് ശരിയാവുന്നുണ്ട്. ഒരു 5% ചിലപ്പോൾ ശരിയാവൂല, കിട്ടൂല എന്നില്ല കേട്ടോ. അപ്പോൾ ഒരു വിധമൊക്കെ മാഷ് നോക്കിയെടുത്തൊക്കെ വെള്ളം കിട്ടുന്നുണ്ട്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ സ്ക്രീനിലെ നമ്പറിൽ ബന്ധപ്പെടും കേട്ടോ.